എന്നിട്ട് തങ്ങൾ പറയുന്ന ഖിയാമത്ത് നാളെടുക്കുമ്പോ ഓരോ മഹല്ലത്തിലും ഇപ്പോൾ ഞാൻ 2016 പ്രസംഗിക്കുന്നത് അല്ലാഹു തആല തൗഫീഖ് ചെയ്തെങ്കിൽ ഒരു 2025-26 കേട്ടോട്ട് നിങ്ങൾക്ക് സർവസമ്മതമായി കാണാം. ഈ നാട്ടിലും സർവ്വനാട്ടിലും കാണാം. ഈ നിലയ്ക്കാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ കണ്ടേ പോകൂ. അല്ലെങ്കിൽ പറയുന്നത് മുത്തുനബി അല്ലാതിരിക്കണം, പറഞ്ഞത് മുത്തുനബി അല്ലാതിരിക്കണം, നടക്കാതിരിക്കണമെങ്കിൽ ഹബീബ് പറഞ്ഞു, ഒരു ഭാര്യയും ഭർത്താവും കൂടി രാത്രി സമയത്ത് തന്റെ മണിയറയിൽ സുഖമായിട്ട് കിടക്കുകയാണ്. ആ സമയത്ത് സമീപത്തുള്ള കൊട്ടാരത്തെ വീട്ടിലുള്ള പെൺകുട്ടികളും 8-10 പെൺകുട്ടികൾ സംഘടിച്ചുകൊണ്ട് ഈ വീട്ടിലേക്ക് വരുന്നു. കാരണം പരിസരത്തെ വീടുകളിലെ ഒരേ പ്രായത്തിലുള്ള പെൺകുട്ടികളുണ്ട്. 18, 20, 25, 30 വയസ്സ് പ്രായമായിട്ട് വിവാഹം ചെയ്യപ്പെടാത്ത പെൺകുട്ടികളുണ്ട്. പലതിന്റെ പേരിൽ തടയപ്പെട്ട പെൺകുട്ടികളാ. സൗന്ദര്യത്തിന്റെ പേരിൽ, സമ്പത്തിന്റെ പേരിൽ, പലതിന്റെ പേരിലും വിവാഹം നിഷേധിക്കപ്പെട്ട പെൺകുട്ടികൾ പരിസരത്തെ വീടുകളിലുണ്ട്. ആ 8-10 പെൺകുട്ടികളെ പൊടിപ്പിച്ചുകൂടുകയാണ്. അല്ലാഹ് ഖിയാമത്ത് നാളോടടുത്തിട്ട് ആഖിർ സമാനാകുമ്പോ ഈ ദുനിയാവിൽ ഉയർത്തപ്പെടുന്ന 10 കാര്യങ്ങളിൽ നിന്ന് ഒരു കാര്യം പെണ്ണുങ്ങൾക്ക് തീരെ ഹയാഇല്ല, ലജ്ജ ഉയർത്തപ്പെട്ടുപോയി. അതുകൊണ്ട് 10ഓളം പെൺകുട്ടികൾ ഒരുമിച്ച് കൂടിയിട്ട് രാത്രി 10-11 മണി സമയത്ത് ഈ മണിയറയിൽ കഴിയുന്ന പുരുഷന്റെ ഭാര്യയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു. കയറി ചെല്ലുമെന്ന് മുത്ത് റസൂലുള്ളാഹ് പദവിന് മുട്ടി. ചെറുപ്പക്കാരൻ പുറത്തിറങ്ങിയ ചെറുപ്പക്കാരൻ ഈ പെൺകുട്ടികളെ കടന്നങ്ങി പിടിച്ചു. ഈ നാട്ടിൽ നടക്കും, ഈ നാട്ടിൽ നടക്കും. ഹബീബ പറയുന്നത്, മുത്തുനബിയ പറയുന്നത്. അങ്ങനെ പിടിച്ചിട്ട് പറയുന്നടോ, ഞങ്ങൾക്കുമുണ്ട് വികാരം. ഇന്ന് കാണുന്നത് മുഴുവൻ ഇക്കിളിപ്പെടുത്തുന്ന ചിത്രങ്ങളാണ്, കേൾക്കുന്നത് മുഴുവനും അതാണ്. 10, 12, 14 വയസ്സുള്ള കുട്ടികൾ വരെ, ആൺകുട്ടികളും പെൺകുട്ടികളും വരെ ലൈംഗികമായിട്ടുള്ള സർവ്വ കാര്യങ്ങളും പഠിച്ചവരെ TV തുറന്നു വെച്ചിട്ട് നമ്മുടെ കുട്ടികൾക്ക് മൊബൈൽ വാങ്ങിച്ചു കൊടുക്കുമ്പോ പറയുന്ന മുസ്ലിയാരെ ചോദ്യം ചെയ്യുകയല്ലാതെ ഇന്ന് വരെ എന്റെ ശബ്ദം കേട്ടൊരു ഉപ്പ എന്തിന് പറയുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? വിവരമുണ്ടോ? ചോദിച്ചുകൂടെ? അമ്മാ നെക്കിപ്പോയോ? അതേ നെറ്റിക മനുഷ്യരുടെ മൊബൈലിൽ TV ഒന്ന് നെക്കിപ്പോയാൽ മലയാളം അറിയുന്ന കുട്ടികളാണ്, വായിക്കാതിരിക്കൂല. അത് വായിച്ചു പോയാൽ പിന്നെ അവർക്ക് പെണ്ണ് വേണ്ട, പിന്നെ ഒന്നും വേണ്ട. പഠിക്കാത്തതില്ല, അനുവദിക്കാത്തതില്ല, അറിയാത്തതില്ല, ഉമ്മയില്ല, പെങ്ങളില്ല, ഇളച്ചിയില്ല, ഇളയമയില്ല, മുത്തമ്മയില്ല. ഒരുപക്ഷെ പ്രായം ചെന്ന തലനിരച്ച ഒരുപക്ഷെ അറിഞ്ഞിട്ടുണ്ടാവില്ല. അറിയുന്ന ആളുകൾ ചോദിച്ചു നോക്കി, വിവരമുണ്ടെങ്കിൽ ചോദിച്ചു നോക്കി. അങ്ങനത്തെ കുട്ടികളെ ഈ രംഗങ്ങൾ കാണുമ്പോ പെൺകുട്ടികളാണ് പിടിച്ചപ്പോ ജീവനും കൊണ്ടിട്ട് ഈ ചെറുപ്പക്കാരൻ ഓടിപ്പോകുമെന്ന് ഹബീബ് റസൂലുള്ളാഹ്. അവസാനം പെൺകുട്ടികളും കൂടെയാണ് പിന്നാലെ അനുഗമിക്കുന്ന പെൺകുട്ടികളിൽ നിന്ന് രക്ഷപ്പെടാൻ ചെറുപ്പക്കാരൻ മരത്തിന്റെ മുകളിൽ കയറിയിരിക്കുമെന്ന് സഹീഹായ ഹദീസിൽ നമ്മുടെ നബി പഠിപ്പിച്ചത് ഇമാമിയങ്ങൾ എഴുതി വെച്ചിട്ടില്ലേ, പഠിപ്പിച്ചിട്ടില്ലേ? ആ മരക്കൊമ്പിലിരിക്കുകയാണ്, പെൺകുട്ടികളെ പേടിച്ചിട്ടിരിക്കുകയാണ്, പിടിക്കുമെന്ന് പേടിച്ചിട്ടിരിക്കുകയാണ്. മുത്തുനബി നിർത്തിയില്ല. അവസാനം പൊറുതി കുട്ടിയെ മണിക്കൂർ കണക്കിന്
ചെയ്യുന്നു, ഇവരും പോകുന്നില്ല. ആ ചെറുപ്പക്കാരൻ രാത്രി മരത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് മൂത്രമൊഴിക്കുകയോ ആർത്തിയോട് കാലികളെ കൂട്ടത്തിലാക്കുന്ന സമയത്ത് അതേ എണ്ണയുടെ മൂത്രം കുടിക്കുന്ന കാളയെ, എണ്ണയുടെ മൂത്രം കുടിക്കുന്ന കൂച്ചനാടിനെ കണ്ടിട്ടില്ലേ? ഈ ചെറുപ്പക്കാരൻ മൂത്രമൊഴിക്കുമ്പോൾ താഴത്ത് നിൽക്കുന്ന പെൺകുട്ടികൾക്ക് അത് കുടിക്കുമെന്ന് മുത്തുനബി പറഞ്ഞത് ഹദീസിലില്ലേ? ഉമ്മത്ത് കാണാൻ പോകുന്നില്ലേ? അനുവദിക്കാൻ പോകുന്നില്ലേ? അങ്ങോട്ടാണ് ഈ വാട്സപ്പുകളും ഈ യൂട്യൂബുകളും ഈ ഫേസ്ബുക്കുകളും ഈ ദേശവിധാനങ്ങളും ഈ സ്വഭാവങ്ങളൊക്കെ മുസ്ലിം ഉമ്മത്തിനെ കൊണ്ടെത്തിക്കുന്നത്. കാട്ടുകൊള്ളവേ പറഞ്ഞു നിർത്തിയില്ല. നിങ്ങൾ കണ്ടു തുടങ്ങിയോ, കേട്ടു തുടങ്ങിയോ? നിങ്ങളുടെ നാടുകളിലോ അയൽ നാടുകളിലോ അമേരിക്കയിലോ ഇന്ത്യയിലോ നമ്മുടെ സമീപ പ്രദേശങ്ങളിലോ ഇതൊക്കെ കണ്ടു തുടങ്ങിയോ? തങ്ങൾ പറഞ്ഞതല്ലേ നടക്കുമല്ലോ എന്ന് പറഞ്ഞു നിർത്തല്ലോ. മോനെ, എനിക്കൊരു ബാധ്യതയുണ്ട്, നിങ്ങൾക്കൊരു ബാധ്യതയുണ്ട്, ഒരു പരിഹാരമുണ്ട്. പറഞ്ഞിട്ടുണ്ട്. ഈ അടയാളങ്ങളൊക്കെ കണ്ടു തുടങ്ങിയാൽ നിങ്ങൾ ചെയ്യേണ്ടതെന്താ, ചെയ്യേണ്ടതെന്താ, പ്രാർത്ഥിക്കേണ്ടതെന്താ, കാട്ടേണ്ടതെന്താ? തങ്ങൾ പറഞ്ഞതെന്ന് നടക്കൂരുത്താറ് നമ്മളെന്ത് ചെയ്യാറ്? കാരണങ്ങളായി പോയില്ലേ, കുട്ടികളങ്ങനായി പോയില്ലേ? പറയല്ലോ. എന്റെ റസൂൽ പഠിപ്പിച്ചത് തങ്കലിപികളോ പള്ളിയിൽ ഇരുന്നിട്ട് വെളിച്ചത്തിൽ ഈ എഴുതി വെച്ചിട്ടില്ലേ? അങ്ങനെ കണ്ട സമാധാനാമത്തുകൾ നിങ്ങളെ കണ്ടു തുടങ്ങിയോ? അതൊക്കെ നടക്കൂല സാറേ. ഞങ്ങൾ കാട്ടുക, നമ്മളിപ്പോ ചെയ്യണം. ലോകം മോശമായി പോയില്ലേ? അല്ല, ഇതാ ഈ അനാവസ്ഥകൾ നിങ്ങൾ കണ്ടു തുടങ്ങിയാൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ അള്ളാഹുവിന്റെ ദിക്റിലേക്ക് അഭയം തേടണം. അള്ളാഹുവിന്റെ ദിക്റിലേക്ക് നിങ്ങൾ അഭയം തേടണം. ദിക്റ് നിങ്ങൾ ചൊല്ലണം, ദിക്റിൽ നിങ്ങൾ പങ്കെടുക്കണം, ദിക്റിൽ നിങ്ങൾ സംഘടിപ്പിക്കണം, ദിക്റിൽ നിങ്ങൾക്ക് പ്രചോദനമുണ്ടാവണം. മോനെ, എന്റെ പ്രഭാഷണം കേട്ട് രോഗങ്ങൾ എടുത്തു പിടിച്ച് ആവേശത്തോടുകൂടി ജീവിച്ചു പോകണ്ട. തീരുമാനമെടുത്ത് നബിയോട് ഇതെങ്കിലും ഞാനൊന്ന് നിറവേറ്റട്ടെ, എന്റെ ബാധ്യതയെങ്കിലും ഞാനൊന്ന് നിറവേറ്റട്ടെ. ആ തങ്ങളുടെ മുഖത്തെനിക്ക് നോക്കാനുള്ളതാ, തങ്ങളെന്നെ തിരിച്ചെന്ന് നോക്കാനുള്ളതാ, തങ്ങളെനിക്ക് സ്വർഗം വാങ്ങി തരാനുള്ളതാ, എനിക്ക് വേണ്ടി രക്ഷപ്പെടുത്താൻ, എനിക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് റബ്ബിനോട് ദുആ ചെയ്യാനുള്ള തങ്ങളാ. പാലം കടക്കുമ്പോ അല്ലാഹുമ്മ സല്ലിം 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 എന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള തങ്ങളാ. നന്മയും തിന്മയും തുലാസിലിട്ട് തൂക്കുമ്പോ എനിക്ക് വേണ്ടിയിട്ടും റെക്കമെന്റ് ചെയ്യാനുള്ള തങ്ങളാ. ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്നാ. ഈ മക്കളും ഈ സമ്പത്തുമൊക്കെ വല്ലാത്ത പരീക്ഷണമായി വരുമ്പോൾ ഒരു മക്കളും എനിക്കില്ലായിരുന്നെങ്കിൽ, ഒരു സ്വത്തും എനിക്കില്ലായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന സമയം വരുമ്പോൾ
കഷ്ടപ്പെടേണ്ടതാ, എത്ര പാടുപെടേണ്ടതാ. ഇങ്ങനെയൊക്കെ പാടുപെട്ട് സമ്പത്തുണ്ടാക്കിയിട്ടോ ആഖിറത്തിലെത്തിയാൽ ഇവിടെ നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞോ കഴിഞ്ഞില്ല. ഇത് മക്കളും അനുഭവിക്കുകയാ. എന്റെ മക്കളതാ അതിന് വേണ്ടിയിട്ട് കലവില കൂടുകയാ, അതിന്റെ പേര് അവർ കലഹിക്കുകയാ, അതിന്റെ പേര് പലരുമായിട്ട് പിണങ്ങുകയാ, അതിന്റെ പേര് പല ആളുകളുമായി തകർന്ന് കഴിയുകയാ. എന്നാലോ ആഖിറത്തിന്റെ കണക്കൊക്കെ പറയേണ്ടത് ഞാനാ, ഉണ്ടാക്കിയ ഞാനാ, ഈ സമ്പത്ത് സമ്പാദിച്ച ഞാനാ. അനുഭവിക്കാനോ കഴിഞ്ഞില്ല, അതെടുക്കാനോ കഴിഞ്ഞില്ല, അത് കൊടുക്കാനോ കഴിഞ്ഞില്ല. എന്താണെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഉത്തരങ്ങൾ മുഴുവനും പറയേണ്ടി വരുന്നത്, വിചാരണ മുഴുവനും നേരിടേണ്ടി വരുന്നത്, കണക്ക് മുഴുവനും തീർക്കേണ്ടി വരുന്നത് ഞാനാണല്ലോ. എന്തേ മുസ്ലിമേ അതിലേക്ക് ബോധം വരാത്തത്? എന്തേ മുസ്ലിമേ ചിന്ത വരാത്തത്? എന്തേ മുസ്ലിമേ മനസ്സിലേക്ക് കയറാത്തത്? ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന. രാപ്പകലില്ലാതെ, നിസ്കാരങ്ങളില്ലാതെ, ജമാഅത്തുകളില്ലാതെ, ദിക്റുകളില്ലാതെ, സ്വലാത്തുകളില്ലാതെ, മറ്റ് നന്മയുടെ കാര്യങ്ങൾക്കൊന്നും സമയം കണ്ടെത്താതെ ഈ സമ്പാദിക്കുന്ന വാരിക്കൂട്ടുന്ന, ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന ഈ മക്കളും സമ്പത്തുമൊക്കെ വലിയ ഫിത്നയായി വരുമ്പോ ഒന്ന് കനിയാൻ, ഒന്ന് രക്ഷപ്പെടുത്താൻ, ഒന്ന് നമ്മ നോക്കാൻ നമ്മുടെ നേതാവ് നബിയാണ്. ആ നബിന്റെ വാക്കൊന്ന് കേട്ടോ. എന്റെ പ്രഭാഷണം കേട്ട് തിരിച്ചു പോകുമ്പോ നിന്റെ മാർക്ക് വേണ്ട, അഭിപ്രായം വേണ്ട, നിന്റെ സർട്ടിഫിക്കറ്റ് വേണ്ട. മോനെ, ഈ മോനിന്റെ കണിക, ഈ മോനിന്റെ തീപ്പൊരിച്ചെറിയ പൊരിയെങ്ങാനും നിന്റെ കൽവിലുണ്ടോ? ഹബീബ് പറയുന്നു, തന്തങ്ങൾ ചേർത്തോ, തന്തങ്ങൾ ചേർത്തോ, കുടുംബബന്ധം ചേർത്തോ. നിനക്ക് പണക്കമാണല്ലേ, നീ വാശി തീർക്കുകയാണല്ലേ, കണക്ക് തീർക്കുകയാണല്ലേ. ആളുകളുമായി ഒരേ വയറ്റിൽ കിടന്നവർ, ഒരേ പാത്രത്തിൽ ഭക്ഷണം കഴിച്ചവർ, ഒരേ പായിൽ കിടന്നുറങ്ങിയവർ, ഒരേ ഉമ്മയുടെ മക്കൾ, ഒരേ ഉപ്പയുടെ മക്കൾ, ഒരേ രൂപത്തിൽ ജീവിച്ചവർ, വർഷങ്ങളോളം ഒന്നിച്ചു കിടന്നവർ, വർഷങ്ങളോളം ഒന്നിച്ചു ജീവിച്ചവർ പരസ്പരം മകനുകയാണല്ലേ, കഴിക്കുകയാണല്ലേ, ബന്ധങ്ങളെ വിച്ഛേദിക്കുകയാണല്ലേ, കാണുമ്പോൾ തിരിഞ്ഞു കളയുകയാണല്ലേ. എന്തിനു പോലെ നിസ്കാരം, എന്തിനു പോലെ ദിക്ർ, എന്തിനു പോലെ ജീവിതം ജീവിക്കുന്നതെന്തിനാ? ജീവിക്കുന്നതെന്തിനാ? മക്കളെ പാറ്റുന്നതെന്തിനാ? പഠിക്കുന്നതെന്തിനാ? ഹബീബ് പറയുന്നു, ഫർജഉ ഇലാ ദിക്രില്ലാഹി വസ്സലാത്തി വസ്സിലത്തി വസ്സദഖ. മറന്നു പോകണ്ട, തെറ്റിപ്പോകണ്ട. ആശ്രിതമായ അലാമത്തുകൾ കണ്ടു തുടങ്ങിയാൽ നിങ്ങൾ ചെയ്യേണ്ടതെന്താ? നിങ്ങൾ അല്ലാഹുവിന്റെ ദിക്റിലേക്ക് ഭയപ്പെടുക. ബന്ധങ്ങൾ ചേർക്കാൻ, ഇടയ്ക്ക് ചേർക്കാൻ, അകന്നകന്നു പോകുന്ന ബന്ധങ്ങൾ കൂട്ടിയടിപ്പിക്കാൻ നിങ്ങൾ ശ്രമം നടത്തിക്കോ. അതിലേക്ക് അഭയം തേടിക്കോ. പരമാവധി കഴിയുന്ന പരമാവധി ധർമ്മങ്ങൾ ചെയ്യാൻ, സദഖകൾ കൊടുക്കാൻ, പാവപ്പെട്ടവന്റെ കണ്ണീരപ്പാൻ, പാവപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യമേകാൻ നീ പരമാവധി ധർമ്മങ്ങൾ ചെയ്തിട്ട് ആരാമത്തിൽ നിന്ന് പ്രതിരോധിച്ചോ. 1438 ഫസാദിന്റെ വർഷമോ, പ്രശ്നങ്ങളുടെ വർഷമോ, പ്രയാസങ്ങളുടെ വർഷമോ നിങ്ങളാവയം പ്രാപിച്ചോളൂ. വസ്വലാത്തി വസീലത്തി വസ്യതക്കാലത്ത് ഹബീബ് പറഞ്ഞിട്ടുണ്ട്.